സംസ്ഥാന റവന്യൂ ദേവസ്വം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി പ്രഖ്യാപിച്ച ദേവാരണ്യം പദ്ധതിക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ തുടക്കമായി. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഇന്നത്തെ ദിവസം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. സ്കൂളുകളിലെല്ലാം പോയി വൃക്ഷ തൈകൾ, അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇത് ഓരോ മനുഷ്യ ജന്മത്തിൻ്റെയും കർത്തവ്യമാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചെടുക്കുന്ന ഒരു ദിനം കൂടിയാണ് ജൂൺ 5-ാം തീയതി. ഞാൻ ഇന്ന് കാലത്ത് ഗുരുവായൂരപ്പൻ്റെ തന്നെ സ്വന്തം ബാലന്മാരെയും ബാലികമാരെയും അവർക്ക് അധ്യയനം പകർന്നു കൊടുക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി ഒരു പേരത്തൈ, പേര എന്ന് പറയുമ്പോൾ പെരുമ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാധിക എന്നതിന് നാമകരണം ചെയ്ത് അതവിടെ നട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പ്രകൃതി സംരക്ഷണം എന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷമായ ഭാഗമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഓർമ്മിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുള്ള രുദ്രാക്ഷമരത്തെ ആദരിച്ചുകൊണ്ടായിരുന്നു ദേവാരണ്യം പദ്ധതിയുടെ വേറിട്ട ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി സ്നേഹിയും പ്രശസ്ത കവിയും ജ്ഞാനപ്പാന പുരസ്കാര ജേതാവുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ ചടങ്ങിൽ മന്ത്രി പൊന്നാടയണിച്ച് ആദരിക്കുകയും അദ്ദേഹം പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലേശ്വരി പരമേശ്വരം നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ എന്നിവരും പരിസ്ഥിതി പ്രവർത്തകർ, ഭക്തർ, ദേവസ്വം ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ശേഷം സമീക്ഷ പറമ്പിൽ ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും നട്ടുകൊണ്ട് ചടങ്ങുകൾ അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.